നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ പോകാൻ നോക്കിയിരുന്നത് ലേക്ക് കോമോയിലൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അന്ന് വൈഫൈ കണക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത് സിമ്മ് അവിടെ നിന്ന് എടുത്തപ്പോൾ അവർ പറഞ്ഞത് 2 മണിക്കൂർ കഴിഞ്ഞാൽ ആക്റ്റീവ് ആവുമെന്നായിരുന്നു. പക്ഷേ അത് വഴിയിൽ വെച്ചിട്ടപ്പോൾ അതൊന്നും കണക്റ്റ് ആയില്ല. ലാസ്റ്റ് തിരിച്ചു വരാൻ പോലുള്ള നെറ്റില്ല കയ്യിൽ. അവസാനം വഴിയിൽ ഒരാളുടെ ഹോട്ട്സ്പോട്ടും ചോദിച്ചിട്ടാണ് തിരിച്ച് റൂമിലോട്ട് വന്നത്. അങ്ങനെ ആ പ്ലാൻ നമ്മൾ അവിടെ വെച്ച് അവസാനിപ്പിച്ച് ഇനി അതേ പ്ലാൻ നമ്മൾ ഇന്ന് പോവുകയാണ്. ഇന്ന് ഫ്രൈഡേ വീക്കെൻഡാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി പോവുകയാണ്. നേരെ പോയി ഏതാണ്ട് 5:30 കഴിഞ്ഞു. ഇവിടെ 5:30 9 വരെ ടൈം ഇവിടെ പകൽ പോലെ കരം ലൈറ്റ് ഉണ്ടാവും. അതൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഏതാണ്ട് ഇവിടുന്ന് 1 മണിക്കൂർ നമുക്ക് ഇവിടുന്ന് യാത്ര വരും. ഓക്കെ, നമുക്കിനി കാര്യങ്ങളൊക്കെ എടുത്ത് വേഗം ഇറങ്ങാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി റെൻ്റിൽ എടുക്കണം. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷോപ്പ് ഡിഫറൻ്റിൽ. ഇവിടുന്ന് നമ്മൾ നോക്കിച്ച വണ്ടി ഇതാണ്. ആൽഫ റോമിയോയുടെ വണ്ടിയാണ്. കിടിലൻ വണ്ടിയാണിത്. ഡീസലാണ് വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ 950 കിലോമീറ്റേഴ്സ് നമുക്ക് ഓടാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല പവറുള്ള വണ്ടിയാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണേക്കാളും ഏറ്റവും നല്ലത് അവിടെ പോയിട്ട് ബുക്ക് ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ. അങ്ങനെ വണ്ടിയും കൊണ്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി. നമുക്കിനി ഏകദേശം 1 അവറിൻ്റെ അടുത്ത് റണ്ണിങ് വരുന്നുണ്ട്. മാപ്പ് പ്രകാരം 56 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ വെച്ച് പിടിക്കണം. അതിന് മുന്നായിട്ട് നമുക്ക് പമ്പിലൊന്ന് കയറണം. ഫ്യൂൽ ടാങ്കിൽ ഓൾറെഡി എണ്ണ ഉണ്ട്, എന്നാലും ഒന്ന് ഫില്ലാക്കി വെക്കാം. ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്. കാരണം തെളിഞ്ഞ ആകാശമുണ്ട്. പിന്നെ ഒരു കൈ കൊണ്ട് ഗോപ്രോയും പിന്നെ മറ്റേ കൈ കൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ച് വണ്ടി വിടുകയാണ്. എന്തായാലും റോഡിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഡ്രൈവിങ് സുഖമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചാണ്ട് പോകുന്നു. ഇനി നമുക്ക് 40 കിലോമീറ്ററോളം മാപ്പ് പ്രകാരം മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ കണ്ടോ 2 സൈഡിലായിട്ട് പച്ച വിരിച്ചെടുക്കണ പോലത്തെ ചെറിയൊരു കുന്ന്, അതിൻ്റെ ഒത്ത നടുക്കിലൂടെ ഒരു റോഡ്, പിന്നെ നീല കളർ ആകാശം. പിന്നെ റോഡ് എടുത്ത് പറയണം, ഒരു കുണ്ടും കുഴി പോലും ഇല്ല. അത്യാവശ്യം നല്ല സ്പീഡ് എടുത്താലും കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ റോഡ് നമുക്ക് 2-വേ റോഡായി മാറി. അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് റോഡ്. ഇത് അത്യാവശ്യം പോകാനുണ്ട്. ഈ റോഡ് ഒരു 10 കിലോമീറ്ററാണ് കാണിക്കുന്നത് മാപ്പ് പ്രകാരം. നമുക്ക് എന്തെങ്കിലും നേരെ വെച്ച് പിടിക്കണം. അങ്ങനെ കുറച്ചാണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ ടൗൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാസ്ഡയുടെ അതേപോലെ തന്നെ നിസാൻ്റെ ഒക്കെ കാറ് സർവീസ് സ്റ്റേഷൻസ് ഉണ്ട് ഇവിടെ. ഇത് അത്യാവശ്യം ചെറിയൊരു ടൗണാണ്, വലിയ ടൗണല്ല. അത്യാവശ്യം ചെറിയ കടകളൊക്കെ ഉണ്ട്. മെയിനായിട്ട് വണ്ടിയുടെ ഗ്യാരേജും കാര്യങ്ങളൊക്കെയാണ്, വണ്ടിയുടെ സർവീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് ഫുള്ള് വണ്ടിയുടെ അനുബന്ധിച്ച കാര്യങ്ങളാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെയാണ്, എന്താണെന്ന് അറിയില്ല. നമുക്കിനി നേരെ പിടിക്കണം. ഈ കാണുന്നത് റൗണ്ട് അബൌട്ട് സ്ട്രൈറ്റ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ലൊരു റെസിഡൻസ് ഏരിയ നമുക്ക് കിട്ടി കുറച്ചുകൊണ്ട് പോയപ്പോൾ. ഇവിടെ 2 സൈഡിലായിട്ട് ഫുള്ള് റെസിഡൻസ് ആണ്, അപ്പാർട്ട്മെൻറ്റ് പോലെ. പിന്നെ അത് ഒരു സൈഡിലായിട്ട് ഫുള്ള് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. 2 സൈഡിലും ഫുള്ള് അപ്പാർട്ട്മെൻറ്റും റെസിഡൻസ് ഏരിയയാണ്. നമുക്ക് ഏതാണ്ട് കോമോയിലേക്ക് ഇനി എത്താൻ ഏകദേശം 7 കിലോമീറ്റർ 8 കിലോമീറ്റർ കാണിക്കുന്നുള്ള മാപ്പ് പ്രകാരം. നമുക്കിനി ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കണം മാപ്പ് പ്രകാരം. കണ്ട ഒരു പഴയ ബിൽഡിംഗ് ഒക്കെയാണ് ഇവിടെ. അധികം കെട്ടിടങ്ങളൊക്കെ അധികം പഴയതാണ്, പുരാതന കാലത്തുള്ള കാര്യങ്ങളാണ്. പിന്നെ ഭയങ്കര ഉറപ്പും കാര്യങ്ങളൊക്കെ നിന്ന് പോകും. ഏകദേശം നമ്മൾ അങ്ങനെ കോമയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതൊരു വില്ലേജാണ്. പിന്നെ നമുക്കിതൊരു ചുരം പോലെ കാണാൻ പറ്റും. ഇത് നേരെ പോവാണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കാൻ അറിയാം ഒരു കുന്ന് പോലെ. അതിനോട്ട് ഇങ്ങനെ ചുറ്റി കയറുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ഇതാണ്, റിവറാണ്. ആ റിവറാണ് ലേക്ക് കോമോ എന്ന് പറയുന്നത്. ഈ മാപ്പ് നോക്കുമ്പോൾ ആകെ 4-5 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഇതൊരു ടൗണും റെസിഡൻസും മിക്സ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ തീരെ സ്പേസ് ഇല്ല. ആളുകളാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വണ്ടി നിർത്തി പോയിട്ടുണ്ട്. ഇതേപോലെ കിട്ടുന്ന പാർക്കിംഗ് ആണെങ്കിൽ ഇവിടെ കിട്ടില്ല.
പിന്നെ ചെറിയ റോഡും സ്പേസ് ഇല്ലാത്ത റോഡും. അപ്പോൾ 2 വേ റോഡാണിത്, അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ നോക്കിയും കണ്ട് എടുക്കണം, അതാണ് ഒരു ടാസ്ക്. കണ്ടോ, ഇപ്പോൾ അങ്ങോട്ട് പോകുന്നിടത്തോളം നമുക്ക് വഴി സ്പേസ് കുറഞ്ഞ് വരികയാണ്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, പുഴ കണ്ടോ. ഇനി നമുക്ക് ഇത് കണ്ടോ, ഈ റോഡൊന്നും തീരെ സ്പേസ് ഇല്ല. അപ്പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തി കൊടുക്കണം. നമുക്ക് എന്തായാലും നേരെ പടക്കണം. അവിടെ നിന്ന് വന്ന് ഇപ്പോൾ നമ്മൾ സൈഡാക്കി കൊടുക്കണം. 30 ആണ് ഇതിൻ്റെ സ്പീഡ്, റോഡിൻ്റെ സ്പീഡ്. എന്തായാലും വെച്ച് പിടിക്കുക, എവിടെയെങ്കിലും കൊണ്ടുപോയി തളക്കണം. കാരണം ഇത് പാർക്കിംഗ് കണ്ടുപിടിക്കാൻ അടുത്തൊരു വേറെ വലിയൊരു തലവേദനയാണ്. കണ്ടോ, ഈ റോഡുണ്ട്, സ്പേസ് ഉണ്ടോ, തീരെ സ്പേസ് ഇല്ല, ചെറിയൊരു ഇതും. ഇതാണെങ്കിൽ 2 വേ ആണ്. അപ്പുറത്തുനിന്ന് വന്നാൽ ഇവിടെ ഒരാൾ നിർത്തി കൊടുക്കണം, അല്ലെങ്കിൽ പരിപാടി നടക്കില്ല.